അപ്പോൾ മലകൾ അങ്ങനെ ചെറിയ ഒരു ഗ്രാമപ്രദേശത്ത് പോകുമ്പോൾ ഉള്ള മലകളും മരങ്ങളും നദിയും എങ്ങനെ നമുക്ക് പെട്ടെന്ന്, ഇത് വലിയ പാടൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്നതാണ്. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഒരു വെള്ള പേപ്പർ, ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഒരു സ്കെയിലിൻ്റെ വീതി വിട്ടതിന് ശേഷം അതിൽ ഒരു മാർജിൻ പോലെ ഒരു വര കൊടുക്കുക. എന്നിട്ട് കുറച്ച് താഴോട്ട്, പേപ്പറിൻ്റെ നടുക്ക് വേണ്ട, കുറച്ച് താഴെ വെച്ച് ഒരു ദീർഘചതുരം പോലെ ഇരിക്കും ഇപ്പം കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ക്യാപിറ്റൽ ലെറ്റർ എം ഉണ്ടല്ലോ, എം, നമ്മൾ എം ഇങ്ങനല്ലേ എം എഴുതുന്നത്, അങ്ങനെ എഴുതാതെ ഒന്ന് ചരിച്ച് കണ്ടോ, എമ്മിൻ്റെ ഒരു ഭാഗമായി ഇതുപോലെ ചരിച്ച് എമ്മിൻ്റെ ഒരു ഭാഗമായി അടുത്തത് കണ്ടോ. ഇതിപ്പോൾ ഒരു ക്യാപിറ്റൽ ലെറ്റർ എം പോലെ ഇല്ലേ. ഇനി ഈ എമ്മിൻ്റെ നടുക്ക് ഭാഗത്ത് നമുക്കൊരു കുഞ്ഞ് റാ കൊടുക്കാം, ഒരു റാ കൊടുക്കും. എന്നിട്ട് ആ റായിൽ നിന്നും ഇങ്ങനെ ഒരു വര, എന്നിട്ട് ഇതുപോലെ ഓരോ എം, നമ്മളെ ക്യാപിറ്റൽ ലെറ്റർ എം ഉണ്ടല്ലോ, എന്നിട്ട് ഇതിൻ്റെ ഈ റായുടെ കുറച്ച് ഭാഗത്തുനിന്ന് ചരിച്ച് താഴോട്ട് ചരിച്ച് തന്നെ കൊടുക്കണം. നമ്മളിങ്ങനെ ബോർഡർ കൊടുക്കുന്നു. വളരെ പുറത്തൂടെ ഒന്ന് വളച്ച് കൊടുക്കുക. ഈ മഞ്ഞ കൊണ്ട് ഈ അറ്റത്തിങ്ങനെ കളർ കൊടുക്കുക. എന്നിട്ട് ഒരു ഓറഞ്ച് എടുത്ത് ഇതാണ് മലയുടെ ഇടയ്ക്ക് ഉദിച്ചു വരുന്ന സൂര്യൻ. നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളോട് പറയില്ലേ, മലയുടെ ഇടയ്ക്ക് ഉദിച്ചു വരുന്ന സൂര്യൻ. പിന്നെ ഈ ഭാഗം നമ്മൾ ഇത് കണ്ടോ, ഇത് മലയിൽ നിന്ന് വരുന്ന ഒരു നദിയാണ്. നദിയെന്നോ കായലെന്നോ തോടെന്നോ എന്ത് വേണോ പറയാം. അതിന് ഈ നീരാണ് കൊടുക്കേണ്ടത്. ഇത് വയലിൻ്റെ ഭാഗമാണ്. ഈ വയൽ ഭാഗത്തിന് നമ്മൾ ഈ പച്ച കൊടുക്കുന്നു. പച്ച കൊടുത്തിട്ട് നമ്മൾ ഡാർക്ക് പച്ച സ്കെച്ച് കൊണ്ട് ഇതിൽ ഇങ്ങനെ വൺ കണ്ടോ, വൺ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് വയലിൽ മറ്റേ ഞാറ് തൈ ഉണ്ടല്ലോ, അത് കുഞ്ഞു വീട് ഇവിടെ വരച്ചിട്ട് നമ്മൾ മരവും വരച്ചല്ലോ കണ്ടോ. ഇത് മലയ്ക്കും പച്ച കളറ് കണ്ടോ, സൂര്യൻ, മല, പക്ഷികൾ. ഇത് ക്യാപിറ്റൽ എം ആണ്. ഈ മല വരച്ചേക്കുന്നതും ക്യാപിറ്റൽ എം ആണ്. സൂര്യൻ റായാണ്, സൂര്യരശ്മികളുണ്ട്. ഇത് നമ്മൾ വരച്ച് ത്രികോണവും സ്ക്വയറും പഠിച്ച വീടാണ്. ഇത് നമ്മൾ മരം വരച്ച് പഠിച്ചു. ഇത് നദിയാണ്, മലയിൽ നിന്ന് വെള്ളം ഉൾക്കൊലിച്ച് വരുന്നത്. ഇത് വയൽ.